ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ 8ാം ക്ലാസ്സിലെ മലയാളം അടിസ്ഥാന പാഠാവലിയാണ് പഠിക്കാൻ പോകുന്നത്. ഇത് ഈ വർഷത്തെ പുതിയ സിലബസാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് യൂണിറ്റായ കനിവും കരുതലും എന്ന യൂണിറ്റിൽ 3 ഭാഗങ്ങളാണുള്ളത്. കുരുവിയും കാട്ടുതീയും, കൊച്ചു ദേവദാരു, പിന്നെ പെരുമഴയത്ത്. ഈ 3 ചാപ്റ്റേഴ്സ് അടങ്ങിയിട്ടുള്ളതാണ് കനിവും കരുതലും. നമുക്ക് ആദ്യ ഭാഗം നോക്കാം, കുരുവിയും കാട്ടുതീയും. ഇത് വളരെ ചെറിയൊരു ചാപ്റ്ററാണ്. അതിൻ്റെ മുമ്പ് തന്നെ, ആ ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. മുരളി നാഗപ്പുഴയുടെയും CB ഷിബുവിൻ്റെയും പിക്ചേഴ്സ്, അവർ വരച്ച ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ എന്താണ് കാണിക്കുന്നത്, വളരെ ഹരിതാപമായിട്ടുള്ള ഒരു ഭൂമിയാണ്, വളരെ പച്ചപ്പുള്ള ഭൂമിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. പ്രകൃതിയുടെ മനോഹാരിത ഈ ചിത്രത്തിൽ കാണാം. രണ്ടാമത്തെ പിക്ചറിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭൂമിയിലുള്ള വല്ലാത്തൊരവസ്ഥ, അതായത് വരണ്ട് വറ്റിയ ഭൂമിയാണ് നമുക്കിവിടെ കാണുന്നത്. അത്രയ്ക്കും ജലമില്ല, മനുഷ്യരെല്ലാം വളരെ പട്ടിണിക്കോലങ്ങളാണ്, ഒന്നുമില്ലാത്ത ഒരു ഭൂമി. ഇവിടെ സസ്യജാലങ്ങളെ ഒന്നും തന്നെ കാണുവാനില്ല. അങ്ങനെ സസ്യങ്ങൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഭൂമിയുടെ അവസ്ഥ എന്തായി മാറുമെന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കെന്നാൽ പാഠഭാഗത്തേക്ക് കടക്കാം. പ്രാണവായുവായി, ജീവജലമായി, അന്നമായി നിറയുന്ന പ്രകൃതി. പ്രകൃതിയിൽ നിന്നും എടുത്താൽ മതിയോ, കൊടുക്കുകയും വേണ്ടേ? അപ്പോൾ നമുക്ക് പ്രകൃതി എല്ലാമാണ് അല്ലേ. നമ്മുടെ പ്രാണവായുവാണ്, ജീവജലമാണ്. നമുക്ക് വേണ്ടുന്ന വായു തരുന്നതും ജലം തരുന്നതും അന്നം തരുന്നതും സസ്യങ്ങളിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണങ്ങളെല്ലാം തന്നെ പ്രകൃതി നമുക്കായി ഒരുക്കിയിട്ടുള്ളതാണ്. അത്രയ്ക്കും മനോഹരമായ പ്രകൃതി എല്ലാം നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ നമ്മളും പ്രകൃതിക്ക് പലതും കൊടുക്കേണ്ടതായിട്ടുണ്ട്, പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. കുരുവിയും കാട്ടുതീയും. ഇതിൽ കുരുവിയുടെ മനോഗതിയും അതുപോലെ തന്നെ മഴദേവൻ്റെ മനോഗതിയുമാണ് നമുക്ക് ഈ പാഠഭാഗത്ത് കാണാൻ സാധിക്കുന്നത്. അതായത് പ്രകൃതിയിൽ പലതരത്തിലുള്ള ആളുകളുണ്ട്. പ്രകൃതിയോട് ഇണങ്ങി ചേരുന്നവരും അതുപോലെ തന്നെ പ്രകൃതിക്ക് വിരുദ്ധമായി ചിന്തിക്കുന്നവരുമായ മനുഷ്യരുടെ ഒരു ചിന്താഗതിയാണ് നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാട്ടിൽ തീ പടർന്നു. അപ്പോൾ വളരെ വല്ലാത്തൊരവസ്ഥയാണ് നമുക്കിത് തുടക്കത്തിൽ തന്നെ മനസ്സിലാക്കുന്നത്. അതായത് അവിടെ വലിയൊരു ഭീകരമായൊരു അന്തരീക്ഷമാണ്. അത്രയ്ക്കും തീ പടർന്ന് കാട്ടിൽ പിടിച്ചിട്ടുണ്ട്. പക്ഷികളും മൃഗങ്ങളും ജീവന് വേണ്ടി പരക്കം പാഞ്ഞു. അപ്പോൾ എല്ലാ ജീവജാലങ്ങളും തങ്ങളുടെ ജീവന് വേണ്ടി പോരാടുകയാണ്. എങ്ങോട്ടാണ് ഓടേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, ഒത്തിരി മൃഗങ്ങൾ കാട്ടുതീയിൽ വെന്തു മരിച്ചു. ഒന്നും മനസ്സിലാകാത്തവർ ആ തീയിൽ വെന്തു മരിക്കുകയാണ് ചെയ്യുന്നത്. ഈ സമയത്ത് ഒരു കൊച്ചു കുരുവി മാത്രം പുഴയിൽ നിന്നും കൊച്ചു ചുണ്ടിൽ വെള്ളം നിറച്ച് ആളിക്കത്തുന്ന കാട്ടുതീ കെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഇവിടെ ഒരു ജീവിയുടെ കാര്യം പ്രത്യേകം എടുത്തു പറയുന്നത് കാരണം എന്താണ്, ചില ആളുകൾ അങ്ങനെയാണ്. എത്ര വലിയ സംഭവങ്ങളുണ്ടായാലും താൻ വളരെ ചെറുതാണെന്നോ അല്ലെങ്കിൽ തനിക്ക് സാധിക്കില്ല എന്നോ ഒന്നും അല്ല അവർ കരുതുന്നത്. തന്നെക്കൊണ്ട് അസാധ്യമായ കാര്യങ്ങൾ സാധിക്കും എന്ന രീതിയിൽ അവർ മുന്നിട്ടിറങ്ങുകയാണ് ചെയ്യുന്നത്. അത്തരം കാര്യങ്ങൾ നമുക്കിന്ന് നമ്മുടെ ചുറ്റും കാണാം. വലിയ വലിയ ഭൂകമ്പങ്ങളും അതുപോലെ സുനാമി, അങ്ങനെ നമ്മുടെ ചുറ്റും കാണുന്ന വെള്ളപ്പൊക്കങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നടക്കുമ്പോൾ തന്നെ, ഭൂകമ്പം തുടങ്ങിയ പല സംഭവങ്ങൾ ഇന്ന് ചുറ്റും നടക്കുന്ന കാര്യങ്ങളിൽ ചിലർ തങ്ങളുടെ ജീവൻ പണയം വെച്ചുകൊണ്ട് തന്നെ മറ്റുള്ളവരെ രക്ഷിക്കാനായി ശ്രമിക്കുന്നത് നമുക്കിന്ന് കാണുന്നൊരു കാര്യം തന്നെയാണ്. അതേസമയം മറ്റു ചിലരാകട്ടെ മറ്റുള്ളവരെ പ്രവൃത്തിയെ പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്യുന്നവരാണ്. ഇവിടെ കൊച്ചുകുരുവി തൻ്റെ ജീവൻ കൈവെടിഞ്ഞുകൊണ്ടാണ് തൻ്റെ പ്രവൃത്തി ചെയ്യുന്നത്. അതിൽ കുരുവിക്ക് വളരെ സന്തോഷമുണ്ട്. കുരുവി ഇത് പലതവണ ആവർത്തിച്ചു. ഇത് കണ്ട മഴദേവൻ കുരുവിയെ പരിഹസിച്ചുകൊണ്ട് ചോദിച്ചു. ഇപ്പോൾ ഇവിടെ മഴദേവൻ കുരുവിയുടെ കഴിവുകേടിനെ, അതായത് ചെറിയൊരു കുരുവിക്ക് എങ്ങനെയാണ് ഇതൊക്കെ സാധിക്കുക, ഈ തീ കെടുത്താൻ കഴിയില്ല. അപ്പോൾ ചോദിച്ചു, നീ എന്തു മടയത്തമാണ് ഈ കാണിക്കുന്നത്? ഇത്തിരി പോന്ന നിനക്ക് ഈ കാട്ടുതീ കെടുത്താനാവുമോ? അപ്പോൾ അതിൻ്റെ വലിപ്പത്തെ കാണിക്കുകയാണ്. നീ വളരെ ചെറുതാണ്, ഇത്രയും വലിയൊരു തീ നിനക്ക് അണയ്ക്കാൻ കഴിയില്ല. പക്ഷേ മഴദേവനാണെങ്കിലോ ഒരൊറ്റ മഴ കൊണ്ടത് അണയ്ക്കാൻ കഴിയും. പക്ഷേ തൻ്റെ കഴിവ് അവിടെ ഉപയോഗിക്കാതെ മറ്റേയാളെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് മഴദേവൻ ചെയ്യുന്നത്. കുരുവി പറഞ്ഞു, ഈ കാട്ടുതീ ഒത്തിരി പക്ഷികളുടെയും മൃഗങ്ങളുടെയും ജീവനെടുക്കുന്നത് കാണുന്നില്ലേ? അങ്ങേക്ക് ശക്തമായ ഒരു മഴ കൊണ്ട് ഈ കാട്ടുതീ അണയ്ക്കാം. ഞാൻ എനിക്കാവുന്നത് ചെയ്യുന്നു. ഇത്രയും പറഞ്ഞ് കുരുവി തൻ്റെ ജോലി തുടർന്നു, തീ തൻ്റെ ജീവനെടുക്കും വരെ. അപ്പോൾ ഇവിടെ കുരുവി തൻ്റെ ജീവനെടുക്കുന്നത് വരെ തൻ്റെ പ്രവൃത്തി തുടർന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ ഇവിടുത്തെ പക്ഷിക്ക് എന്താണ് പ്രത്യേകത? ആത്മാർത്ഥത അല്ലേ. ആനന്ദിൻ്റെ കഥകൾ എന്ന ഭാഗത്തു നിന്ന് എടുത്തിട്ടുള്ളതാണ്. ആനന്ദാണ് ഈ കഥ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങൾ കഥ ഒരുപാട് പ്രാവശ്യം വായിക്കുക. വളരെ ചെറിയ കഥയാണ്. ഇതിൽ അടങ്ങിയിരിക്കുന്ന
അർത്ഥം എന്താണ്? നിസ്വാർത്ഥ സേവനമാണ് അല്ലേ? മനുഷ്യൻ്റെ നിസ്വാർത്ഥ സേവനങ്ങൾ എത്രയും വലുതാണ്. ഇവിടെ പക്ഷിയാണ്, പക്ഷിയിലൂടെ ഈ കാര്യം നമുക്ക് അറിയിച്ചു തരികയാണ് കഥാകൃത്ത്. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ബൈ.